السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, വാട്സപ്പിൽ ദുആ വസിയത്തുകൾ അറിയിച്ചവർ, നേരിട്ട് വന്ന് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. നീ പരിപൂർണ നിലക്ക് നീ ഹസിലാക്കണേ അല്ലാഹ്. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവരെ പ്രതിസന്ധികൾ അല്ലാഹുവേ നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ മാറ്റി നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഈ സയ്യിദി മജ്ലിസിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവർ, ഇതിൻ്റെ മുഹിബ്ബീങ്ങൾ, ഇതിൻ്റെ ഖാദിമീങ്ങൾ, ഇതിൻ്റെ സേവകർ, ഇതിൻ്റെ പ്രചാരകർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബലാഅുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബലാഅുകൾ കൊടുക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ കാവല് അവരുടെ ജീവിതത്തിൽ ഉടനീളം നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. നീ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ തമ്പുരാനെ. ഈ മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു അമലാണ്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചികിത്സയാണ്. ധാരാളം ആളുകൾ പറയുന്നതാണ് പിണക്ക വിഷയങ്ങൾ. മകൻ ഉമ്മയോട് പിണക്കം, അല്ലെങ്കിൽ ഉമ്മ മകനോട് പിണക്കം, മകൻ വാപ്പയോട് പിണക്കം, അല്ലെങ്കിൽ വാപ്പ മകനോട് പിണക്കം, സഹോദരി സഹോദരന്മാരുടെ ഇടയിലെ പിണക്കം, അയൽവാസികളോടുള്ള പിണക്കം, ചങ്ങാതിമാരോടുള്ള പിണക്കം, ബിസിനസ് പാർട്ട്ണർമാർ തമ്മിലുള്ള പിണക്കം, കച്ചവടത്തിലുള്ള സ്റ്റാഫുകൾ തമ്മിലുള്ള പിണക്കം, ഓഫീസിലുള്ള സ്റ്റാഫുകൾ തമ്മിലുള്ള പിണക്കം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ധാരാളം പിണക്ക വിഷയങ്ങൾ. ഈ അടുത്ത് കഴിഞ്ഞ കൺസൾട്ടിങ്ങിന്റെ ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവര് പൊട്ടിക്കരഞ്ഞു വന്ന പ്രയാസം, പറഞ്ഞ പ്രയാസം ഈ ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു മജ്ലിസ് ഇങ്ങനെയുള്ള ഒരു മജ്ലിസാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ മാറ്റിയത്. ധാരാളം ആളുകൾ ഇത്തരം പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇത്തരം പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്കൊരു വലിയൊരു ഉപകാരമായിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംഘടിപ്പിച്ചത്. ഈ അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ ഈ അമൽ പറയുന്നത്. ആ സഹോദരി വന്നിട്ട് പറഞ്ഞത്, തങ്ങളെ, എൻ്റെ സഹോദരനുമായി ഞാൻ 30 വർഷമായി പിണങ്ങി നിൽക്കുകയാണ്. അവൻ എന്നോട് 30 വർഷമായി പിണങ്ങി നിൽക്കുകയാണ്. ഒരു പരിപാടിയിലേക്കോ മറ്റുള്ള പ്രോഗ്രാമിലേക്കൊന്നും പോകുമ്പോഴൊന്നും ഞങ്ങളോട് മിണ്ടാറില്ല, ചിരിക്കാറ് പോലുമില്ല തങ്ങളെ. അതിൽ വലിയ പ്രയാസമാണ്. അവൻ്റെ സ്വത്തോ മുതലോ ഒന്നും എനിക്ക് വേണ്ട, അവനൊന്നും മിണ്ടിയാൽ മതി. മരിച്ചു പോകാനുള്ള തടിയല്ല തങ്ങളെ. അവനൊന്നും മിണ്ടുകയാണെങ്കിൽ
വലിയ റാഹത്തായിരുന്നു. അതിനെ പറ്റിയൊരു അമൽ തങ്ങൾ പറഞ്ഞു തരണം. എങ്ങനെയായിട്ടും അവൻ മിണ്ടുന്നില്ല. അവൻ്റെ മക്കൾ മിണ്ടുന്നുണ്ട്, അവൻ്റെ ഭാര്യ മിണ്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവൻ എന്നോട് മിണ്ടുന്നില്ല. എനിക്കങ്ങോട്ട് മിണ്ടാൻ പോകണമെന്നുണ്ട്, പക്ഷേ അവൻ ഇങ്ങോട്ട് അടുക്കുന്നില്ല. ഇതിന് എന്താണ് തങ്ങളെ പറ്റിയ അമൽ? ഞാൻ ചെയ്യേണ്ട അമൽ എന്താണ്? ഞാൻ ഓതേണ്ട സൂറത്ത് ഏതാണ്? ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ഇതിനു വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിൽ പറയുന്നത് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഇത്തരം പിണക്ക വിഷയങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അമലാണ്. പിണക്ക വിഷയങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിലുള്ള പിണക്ക വിഷയങ്ങൾ അല്ലാഹുവേ നീ റാഹത്തിലാക്കി നൽകണേ അല്ലാഹുവേ. ആരാണോ ഞങ്ങളോട് പിണങ്ങി നിൽക്കുന്നത് അല്ലാഹുവേ, അവരുടെ മനസ്സിലേക്ക് നീ ഇണക്കം ഇട്ട് കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ മനസ്സിലേക്ക് നല്ല ബുദ്ധി ഇട്ട് കൊടുക്കണേ റാഹത്തിലാക്കണേ റാഹത്തിലാക്കണേ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ ധാരാളം പ്രയാസങ്ങൾ, ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കം കുറേ വർഷങ്ങളായിട്ട് സഹോദരങ്ങൾ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യാത്ത, ചിരിക്കുക പോലും ചെയ്യാത്ത, ശത്രുവിനെ പോലെ, എന്തോ വൈരാഗ്യമുള്ളവനെ പോലെ, അസൂയയും കിബറും എല്ലാം നടിച്ചിരിക്കുന്ന സഹോദരന്മാർ, അയൽവാസികൾ, കുടുംബക്കാർ, പിണങ്ങി നിൽക്കുന്നവർ ഇൻഷാ അല്ലാഹ് അവരൊക്കെ അടുക്കാൻ വേണ്ടി, ഇണങ്ങാൻ വേണ്ടി, നിങ്ങൾ ആരാണോ പിണങ്ങി നിൽക്കുന്നത്, നിങ്ങളോട് ആരാണോ പിണങ്ങി നിൽക്കുന്നത് അവരടുക്കാൻ വേണ്ടിയുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരാണെങ്കിലും, ഈ മജ്ലിസ് കാണുന്ന ആരാണെങ്കിലും, ആര് മറ്റുള്ളവരോട് എന്ത് വിഷയത്തിലാണെങ്കിലും, സ്വത്ത് വിഷയത്തിലാണെങ്കിലും, കുടുംബ വിഷയത്തിലാണെങ്കിലും, ബിസിനസ് സംബന്ധമായ വിഷയത്തിലാണെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നീ ആലോചിച്ചോ, 3 ദിവസം ഹബീബായ തങ്ങൾ പറയുകയാണ്, 3 ദിവസത്തിലേറെ അവൻ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ നീ എന്ത് ഇബാദത്ത് ചെയ്താലും, നീ ഹജ്ജ് ചെയ്താലും, നീ തഹജ്ജുദ് നിസ്കരിച്ചാലും, ഫർള് മുഴുവൻ നിസ്കരിച്ച്, നീ തഹജ്ജുദ് നിസ്കരിച്ച് ഒരു സുന്നത്ത് നോമ്പും ഒരു സുന്നത്ത് നിസ്കാരം നീ വിടുന്നില്ല, നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ ഹജ്ജും നിന്റെ ഒരു സൽക്രമം അല്ലാഹുക്ക് വേണ്ട, അല്ലാഹു അത് സ്വീകരിക്കൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇത്രത്തിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നമ്മൾ അങ്ങോട്ട് പോയി സലാം പറയാം. അവരിങ്ങോട്ട് പറയാതിരിക്കുക എന്തുമാവട്ടെ. ചില അടിയിലുണ്ടാവും, ഞാനെങ്ങനെ അങ്ങോട്ട് പോവാം, മടി കൊണ്ട്, അല്ലെങ്കിൽ അവരിടയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ, അവനല്ല ആദ്യം എന്നോട് തെറ്റിയത്, അവൻ ഇങ്ങോട്ട് വരട്ടെ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ആരായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് സലാം പറയാം. അവൻ മടക്കാതിരിക്കെ അവൻ്റെ കാര്യം നമ്മൾ അങ്ങോട്ട് പറയാം. പറഞ്ഞു നോക്കിനേ, ആർക്ക് വേണ്ടിയാണ് ഇത്രം കുശുമ്പും അസൂയയും കിബറും നീ നടിക്കുന്നത്? ആർക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയാണ്? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നീയൊക്കെ മണ്ണാവാനുള്ളതാണ്, മണ്ണിനോട് അലിഞ്ഞു ചേരാനുള്ളതാണ്. എപ്പോഴും പറയുന്നത് പോലെ ഈ കത്തുന്ന ബൾബിന്, ലൈറ്റിന് ഒരു ഗ്യാരണ്ടി ഉണ്ട്. മനുഷ്യ, നിനക്കതില്ല, നാളെയാവട്ടെ ഇന്നിനി ചിന്തിച്ചിരിക്കണ്ട. പോയി സലാം പറയ്. ആ പിണക്കങ്ങള് നീയായിട്ടുണ്ടാക്കിയതല്ലെങ്കിലും നീ ഇത് തീർക്കാനുള്ള മാർഗം നീ നോക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ, നീ നൽകല്ലേ അല്ലാഹ്. 10 തരത്തിലുള്ള പിണക്കങ്ങളുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല.
മഹാനവറുകൾ പറയുന്നു 10 തരം പിണക്കങ്ങളുണ്ട്. ആ പിണക്കങ്ങൾ എവിടേക്കാണ് എത്തിക്കുന്നത്? അത് നരകത്തിലേക്ക് എത്തിക്കും. അവസാനം ആ പിണക്കങ്ങൾ എവിടേക്ക് എത്തിക്കും? നരകത്തിലേക്ക് എത്തിക്കുമെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. അശറത്തും മിനൽ ജഫാ, 10 തരം പിണക്കങ്ങൾ. അൽ ജഫാഉ ഫിന്നാർ, ആ പിണക്കങ്ങൾ അവനെ നരകത്തിലെത്തിക്കുമെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തത് യദ്ഉ ബിനഫ്സിഹി വലാ ലിവാലിദിഹി, അവനക്ക് സ്വന്തമായി ദുആ ചെയ്യുന്നവൻ. അവനിക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യാം, മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാത്തവൻ. അവൻ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ മാത്രം ചോദിക്കാം. പിതാവിനും മാതാവിനും വേണ്ടി ദുആ ചെയ്യാത്തവൻ അവൻ്റെ മാതാവിനോടും പിതാവിനോടും പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയുമുണ്ട് പിണക്കം. ഇപ്പോഴാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്, ഞാനൊക്കെ അതിൽ പെടുമല്ലോ, ഞാനൊക്കെ ദുആ ചെയ്യുമ്പോൾ ഓരോരുത്തർ ആലോചിക്കുകയാണ്, ഇപ്പം ആലോചിക്കുകയാണ്, ഞാനതിൽ പെട്ടുപോയല്ലോ, പെട്ടുപോയി. എല്ലാവരും ദുആ ചെയ്യുമെന്നാണ്. എൻ്റെ കാര്യം, എൻ്റെ വീട്, എൻ്റെ മക്കൾ എല്ലാം എൻ്റെതായി മാറി, എൻ്റെ ജോലി. അതല്ല വേണ്ടത്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ മാതാവിനും പിതാവിനും വേണ്ടി നമ്മൾ കൈ ഉയർത്തണം. അതാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ് മാതാവിനും പിതാവിനുമുള്ള ദുആ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ, അതിൽ മൂന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത് വലദുൻ സാലിഹുൻ യദ്ഉന. അവൻ്റെ മാതാവും പിതാവും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന 3 കാര്യങ്ങൾ, അതിൽ മൂന്നാമതായി മുത്തുനബി എണ്ണിയത് വലദുൻ സാലിഹുൻ യദ്ഉന. ആരെങ്കിലും അവൻ്റെ മാതാവും പിതാവും മരണപ്പെട്ടാൽ അവനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. അപ്പോൾ നമ്മൾ മാതാവിനും പിതാവിനും വേണ്ടി നമ്മൾ കൈ ഉയർത്തണം. എൻ്റെ മുഅ്മിനീങ്ങളെ, മരണപ്പെട്ടവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, രോഗങ്ങളിൽ നിന്ന് പരിപൂർണ സലാമത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാവിന് വേണ്ടി, മരണപ്പെട്ട മാതാവിനും പിതാവിനും വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി, അവരെ മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവരുടെ ഖബർ ജീവിതത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവർക്കൊക്കെ നമ്മൾക്ക് വേണ്ടി നമ്മൾ കൈ ഉയർത്തണം. എൻ്റെ മുഅ്മിനീങ്ങളെ, കൈ ഉയർത്തണം. മാതാവിനും പിതാവിനും ദുആ ചെയ്യാത്തവൻ അവരോട് പിണങ്ങിയവനാണെന്ന് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. യഅരിഫുൽ ഖുർആന വലാ യഖറഉ ഫീ കുല്ലി യൗമിൻ മിഅ. അവനക്ക് ഖുർആൻ ഓതാൻ അറിയാം, അവൻ ഹാഫിളാണ്, അല്ലെങ്കിൽ ഖുർആൻ മനപ്പാഠമായിട്ട് കുറേ സൂറത്തുകൾ അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം അവനക്കറിയാം. ഓതാൻ ഫുള്ള് അവൻ ഖത്മ തീർക്കുന്ന ആളാണ്, എല്ലാം ചെയ്യുന്ന ആളാണ്. എങ്കിൽ ഈ യഅരിഫുൽ ഖുർആന വലാ യഖറഉ ഫീ കുല്ലി യൗമിൻ മിഅ. അവൻ ഖുർആൻ ഓതാൻ അറിയുന്ന ആള് ഒരു ദിവസം ഒരു 100 ആയത്ത് അവന് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ഖുർആനിനോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു. 10 തരം പിണക്കങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 മാത്രമാണ് നമ്മൾ പറയുന്നത്. രണ്ടാമതായിട്ട് അവനക്ക് ഖുർആൻ ഓതാൻ അറിയാം, യഅരിഫുൽ ഖുർആന വലാ യഖറഉ ഫീ കുല്ലി യൗമിൻ മിഅ. അവനക്ക് ഖുർആൻ ഓതാൻ അറിയാം, പക്ഷേ അവൻ ഒരു ദിവസം ഒരു 100 ആയത്ത് ഓതിയിട്ടില്ലെങ്കിൽ അവൻ ഖുർആനിനോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മെ അവിടുന്ന് പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു 10 തരം പിണക്കങ്ങളുണ്ട്. അതിൽ മൂന്നാമതായിട്ട് മഹാനവറുകൾ എണ്ണിയത്
യമറു അലൽ മക്കാബിർ വലം യുസല്ലി അലൈഹി. യമറു അലൽ മക്കാബിർ വലം യുസല്ലി അലൈഹി. ഖബറിന്റെ അരികിലൂടെ ആരെങ്കിലും നടന്നു നീങ്ങുന്നുണ്ടെങ്കിൽ ഖബറാളികളോട് സലാം പറയാത്തവൻ, അതിൽ വലിയ പിശുക്ക് കാണിക്കുന്നവൻ, ഖബറാളികളോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഖബറാളികളുടെ അരികിലൂടെ പോയിട്ട്, ഖബർസ്ഥാനിന്റെ അരികിലൂടെ പോയിട്ട് ഖബറാളികളോട് സലാം പറയാത്തവൻ അവൻ ഖബറാളികളോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു. ഖബറാളികളുടെ അടുത്തേക്ക് പോയിട്ട്, ഖബർസ്ഥാനിന്റെ അരികിലൂടെ പോയിട്ട് അവൻ ഖബറാളികളോട് സലാം പറഞ്ഞില്ലെങ്കിൽ അവൻ ഖബറാളികളോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ പള്ളി ശ്മശാനത്തിന്റെ അരികിലൂടെ നമ്മൾ പോകാറുണ്ട്. വെള്ളിയാഴ്ച അല്ലെങ്കിൽ പള്ളികളിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ പോകാറുണ്ട്. അവിടെ കിടക്കുന്നത് ആരാണ്? എൻ്റെ മാതാവാണ്, അല്ലെങ്കിൽ എൻ്റെ പിതാവാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ ഭർത്താവാണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സലാം പറയാതെ പോകുന്നുണ്ടെങ്കിൽ അവരോട് നീ പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നത്, അവർ കൊതിക്കുന്നത് നിന്റെ ഒരു സലാമിന് വേണ്ടിയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, നിന്റെ ഒരു സലാമിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവരോട് നീ സലാം പറയണം. എങ്ങനെയാണ് പറയേണ്ടത്? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് അങ്ങനെ സലാം പറയണം. ഖബറാളികളോട് അങ്ങനെ സലാം പറയണം. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് ഇൻഷാ അല്ലാഹ് സലാം പറയണം. ഖബറാളികളോട് സലാം പറയാത്തവൻ അവൻ അവരോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് മഹാനവറുകൾ പഠിപ്പിക്കുന്നത് ക്ഷണം സ്വീകരിക്കാൻ. ആരെങ്കിലും ഇന്ന കല്യാണങ്ങളിലേക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ വലിയ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചു, സൽക്കാരങ്ങളിലേക്ക് ക്ഷണിച്ചു, ഒരു കാരണവുമില്ല, ഒരു രോഗമോ ഒരു കാര്യമില്ലാതെ അതിലേക്ക് പോകാതിരിക്കുക, അതിനെ വെറുതെ തള്ളുക, അതിലേക്ക് ക്ഷണം സ്വീകരിക്കാതിരിക്കുക, ഒരു കാരണമില്ലാതെ ക്ഷണം സ്വീകരിക്കാതിരിക്കുക. അവൻ്റെ ഇടയിലുള്ള ഈഗോ ആയിരിക്കും. അവൻ എൻ്റെ കല്യാണത്തിന് വന്നില്ലല്ലോ, അല്ലെങ്കിൽ അവനെ ഞാൻ ക്ഷണിച്ചിരുന്നു, അവൻ വന്നില്ലല്ലോ, അവൻ ചെയ്തില്ല. അതല്ല നമ്മൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവനാണ് ആദ്യം എന്നോട് തെറ്റിയത്, അവൻ വരട്ടെ എന്നവൻ ചിന്തിച്ചിരുന്നാൽ നടക്കില്ല. അതുകൊണ്ട് അവൻ കല്യാണത്തിന് വരാതിരിക്കെ എന്തുമാവട്ടെ, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അവൻ നമ്മളെ ക്ഷണിച്ചോ, അവൻ്റെ ക്ഷണം സ്വീകരിക്കണം. ക്ഷണം സ്വീകരിക്കാതിരിക്കൽ അവനോട് പിണങ്ങിയവനെ പോലെയാണ്. ഒരു പിണക്കുണ്ടാവില്ല. അവൻ്റെ കല്യാണത്തിന് അല്ലെങ്കിൽ അവൻ വിളിച്ച ഫംഗ്ഷനിൽ മറ്റവൻ എത്തിയിട്ടില്ല, അവനെന്തോ തിരക്ക് കാരണം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അവൻ എത്തിയിട്ടില്ല, അത് കാരണം ഇവൻ അങ്ങോട്ട് പോവാതിരിക്കും. അത് അവനോട് പിണങ്ങിയവനെ പോലെയാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ക്ഷണം സ്വീകരിക്കണം. അഞ്ചാമതായിട്ട് അവസാനമായിട്ട് 10 കാര്യങ്ങളുണ്ട്. അതിൽ അവസാനമായിട്ട് നമ്മൾ എണ്ണുന്നത് അവനക്ക് പഠിക്കാൻ സമയമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാമുണ്ട്. ദീൻ പഠിക്കാൻ നല്ല നല്ല കാര്യങ്ങൾ, അവനക്കറിയാത്ത കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. ദീനിൽ അറിയാത്ത കാര്യങ്ങൾ എന്തുമാവട്ടെ. മയ്യത്ത് പരിപാലനം ഒരാൾക്കറിയില്ല. ഫോർ എക്സാമ്പിൾ, അവനക്കറിയില്ല, അവനക്ക് സമയമുണ്ട്, എല്ലാമുണ്ട്, ഇൽമിന്റെ വേദികളുണ്ട്, യൂട്യൂബിലുണ്ട്, അടിച്ചാ വരും. ഇപ്പൊക്കെ സൗകര്യം ബെഡ്റൂമിൽ നമുക്ക് കാണാം. നമ്മളെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് കാണാം എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കണ്ട് കാണാം. ആരെയാണ് ഗൾഫിലുള്ള, ആരെയാണ് നമുക്ക് കാണേണ്ടത് വെച്ചാൽ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് സൗകര്യമുണ്ട്.
ഈ കാലത്ത്. ആദ്യകാലങ്ങളിൽ അതിന് ഒരു ക്ലാസ് ഒരുക്കണം, മദ്രസകളിൽ ക്ലാസ് ഒരുക്കണം, അതിന് ഇവിടുന്ന് സമയമുണ്ടാക്കി അങ്ങ് പോവണം. അങ്ങനത്തെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളെ കൺമുന്നിലാണ് ഓരോരോ മജ്ലിസുകൾ, ലൈവ് മജ്ലിസ്, ഇൻഷാ അല്ലാഹ് ഓരോരോ മജ്ലിസുകൾ നമ്മളെ കൺമുന്നിലാണ്, ഓരോരോ ക്ലാസ്സുകൾ നമ്മളെ കൺമുന്നിലാണ്. സമയമുണ്ട്, ആ സമയത്ത് അവൻ എന്ത് ചെയ്യണം? തോണ്ടിക്കുകയാണ് റീൽസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലോഗ്, യൂട്യൂബിൽ എന്തെങ്കിലും ബ്ലോഗ്, ഫാമിലി ബ്ലോഗേഴ്സ് അവരെന്തോ പറയുന്നത് അവൻ ഇങ്ങനെ തോണ്ടിക്കുക. ഇങ്ങനത്തെ ഇൽമുള്ള കാര്യങ്ങൾ, അറിവിൻ്റെ കാര്യങ്ങൾ അവൻ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അവനക്ക് സദസ്സുണ്ട്, ഒഴിവ് സമയമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. അവൻ പഠിക്കുന്നില്ലെങ്കിൽ, അവൻ ദീന് പഠിക്കുന്നില്ലെങ്കിൽ അവൻ ദീനിനോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. 5 പിണക്കങ്ങൾ, ഇതിൽ 10 തരം പിണക്കങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലും മേലെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 5 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മജ്ലിസ്. അല്ലാഹുവേ ഇത്തരം പ്രയാസങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ മനസ്സിൽ ആരാണോ ഞങ്ങളോട് പിണങ്ങി നിൽക്കുന്നത് അല്ലാഹുവേ, അവരെ മനസ്സിലേക്ക് നീ ഇണക്കമിട്ട് കൊടുക്കണേ അല്ലാഹുവേ. അവരെ മനസ്സിന് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മനസ്സിനെ നീ ശുദ്ധീകരിക്കണേ നീ ശുദ്ധീകരിക്കണേ കിബ്ർ ഞങ്ങൾക്ക് നീ നൽകല്ല അസൂയ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹുവേ. ഞങ്ങളെ മനസ്സിനെ നീ സംശുദ്ധമാക്കണേ അല്ലാഹുവേ. പിണക്ക വിഷയങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ ആരോടും പിണങ്ങി നിൽക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകല്ലേ ആരെങ്കിലും അത്തരം പ്രയാസത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് നീ നല്ല ബുദ്ധി തോന്നിക്കണേ നല്ല മനസ്സിനെ കൊടുക്കണേ നല്ല മനസ്സിനെ കൊടുക്കണേ നല്ല മനസ്സിനെ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇതിന് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങോട്ട് മിണ്ടണമെന്നുണ്ട് തങ്ങളെ എനിക്ക് അങ്ങോട്ട് മിണ്ടണമെന്നുണ്ട്. പക്ഷേ അവരെന്നോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഉപ്പ എന്നോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഉപ്പ പറയാണ് മകൻ എന്നോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഉമ്മ പറയാണ് മകൻ എന്നോട് മിണ്ടുന്നില്ല. എനിക്ക് മിണ്ടണമെന്നുണ്ട്, പക്ഷേ അവൻ പോകുമ്പോഴേക്കും ദേഷ്യപ്പെടുകയാണ്, ചൂടാവുകയാണ്. ആരാണ് പറയുന്നത്? 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞപ്പാൽ തന്ന പൊന്നും പൊട്ടിക്കരഞ്ഞ് പറയാൻ മകൻ എന്നോട് മിണ്ടുന്നില്ല. അവൻ എന്നോട് മിണ്ടുന്നില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവനിപ്പോ വാടക വീട്ടിലാണ്. അവൻ എന്നോട് മിണ്ടുന്നില്ല, അവൻ്റെ ഭാര്യ മിണ്ടുന്നില്ല, മക്കള് മിണ്ടുന്നില്ല, മക്കളൊന്ന് കാണിച്ചു തരുപോലുമില്ല. ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. അവരെ മനസ്സിൽ ഒരു ഇഷ്ടമിട്ട് കൊടുക്കാൻ, ഒരു മുഹബ്ബത്ത് ഇട്ട് കൊടുക്കാൻ പറ്റിയ അമല് ഏതാണ്? അമല് ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ്, അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്ന് മജ്ലിസ് കണ്ടുകൊണ്ട് മജ്ലിസിലേക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവർ, ബുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വിളിക്കുന്നവർ, കൺസൾട്ടിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വിളിക്കുന്നവർ. അവരൊക്കെ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ വീട്ടിൽ കൺസൾട്ടിങ്ങിൽ നോട്ടമുള്ളത്? ഇനി വരുന്ന ശനിയാഴ്ചയാണ് വീട്ടിൽ കൺസൾട്ടിങ്ങിൽ നോട്ടമുള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. ബുക്ക് ചെയ്യാതെ ആരും വരാൻ ശ്രമിക്കരുത്. കാരണം ദൂരെയുള്ള ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾ വരുന്നത്. ധാരാളം ആളുകളോട് ബുക്ക് ചെയ്ത് ധാരാളം ബുക്കിങ്ങൾ കൂടിയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത്, ബുക്കിംഗ് കൂടിയ സമയത്ത് ലാസ്റ്റ് ബുക്കിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്കാണെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ട് എത്തും വേണം. അപ്പം അതുകൊണ്ട് വലിയ പ്രയാസമാവും. അതുകൊണ്ട് ദൂരഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി വരാൻ ശ്രമിക്കുക. മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സകലമാന പ്രയാസങ്ങൾ, നീറുന്ന പ്രയാസങ്ങൾ, വേവലാതികൾ, ഇടങ്ങേറുകൾ, മുസീബത്തുകൾ പറഞ്ഞ് ഇമ്മരപ്പടിയിൽ സമീപിക്കുന്ന ആളുകൾ
അല്ലാഹുവേ അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ ഇടങ്ങേറുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ മുസീബത്തുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈറായ ജീവിതം അല്ലാ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പിണക്കങ്ങളില്ലാത്ത അല്ലാഹുവേ പ്രതിസന്ധികളില്ലാത്ത ഖൈറായ ജീവിതം അല്ലാ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ എന്താണ് അമൽ? ആരാണോ നമ്മോട് പിണങ്ങിയത് അവരെ മനസ്സിലേക്ക് നമ്മുടെ ഇണക്കമിട്ട് കൊടുക്കാൻ, നമ്മോട് ഒരു ഇണക്കമിട്ട് കൊടുക്കാൻ എന്താണ് പറ്റിയ അമല്? സൂറത്തുൽ യാസീൻ എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ യാസീൻ. ആവശ്യങ്ങൾ നിറവേറാൻ ധാരാളം ഗുണങ്ങളുണ്ട്. യാസീൻ കൊണ്ട്, സൂറത്തുൽ യാസീൻ കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, ആവശ്യങ്ങൾ പൂവണിയാൻ, അങ്ങനെ ധാരാളം ഗുണങ്ങളടങ്ങിയ ഒരു മഹത്താക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ യാസീൻ. ഖുർആനിന്റെ കൽബാണ് സൂറത്തുൽ യാസീൻ, കൽബാണ് സൂറത്തുൽ യാസീൻ, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ. ആ യാസീനിലെ 8-9 ആയത്തുകൾ, ഈ 2 ആയത്ത്, ഈ സ്ക്രീനിൽ കാണുന്ന ഈ 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യണം. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഈ 2 ആയത്തുകൾ എപ്പോഴാണ് നിങ്ങൾ ഓതേണ്ടത്? എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഓതുക. എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു 3 പ്രാവശ്യം ഈ 2 ആയത്തുകൾ, 8-9 ആയത്ത്, സൂറത്തുൽ യാസീനിലെ 8-9 ആയത്തുകൾ നിങ്ങൾ ഓതുക. എത്ര ദിവസം? 3 ദിവസം. ആരാണോ നിങ്ങൾക്ക് ഇണങ്ങേണ്ടത്, ആരാണോ നിങ്ങളോട് പിണങ്ങി നിൽക്കുന്നത്, ആരുമാകട്ടെ, മക്കളാകട്ടെ, ചങ്ങാതിമാരാകട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, സഹോദരങ്ങളാകട്ടെ, അയൽവാസിയാവട്ടെ, ബിസിനസ് പാർട്ട്ണർ ആവട്ടെ, സ്റ്റാഫ് ആവട്ടെ, കൂടെ ജോലി ചെയ്യുന്നവനാവട്ടെ, ആരാണോ നിങ്ങളോട് പിണങ്ങി നിൽക്കുന്നത് അവർ ഇണങ്ങാൻ വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ 8-9 ആയത്തുകൾ, ഇത് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം ഓതുക. എത്ര ദിവസം? ഒരു 3 ദിവസം. ഒരു 3 ദിവസം നിങ്ങൾ ഓതാനുണ്ട്. 2 ആയത്തുകൾ 3 ദിവസം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതി നോക്ക്, അത്ഭുതം നിങ്ങൾക്ക് കാണാം, അത്ഭുതം നിങ്ങൾക്ക് കാണാം. അവൻ നിന്നോട് ഇണങ്ങി വരുന്നതായി കാണാം. അല്ലെങ്കിൽ നീ അവനോട് സലാം പറഞ്ഞു പോകുമ്പോൾ അവനൊന്നുമില്ലാതെ വഅലൈക്കുമുസ്സലാം ഇൻഷാ അല്ലാഹ് ചിരിച്ച് സന്തോഷത്തോടുകൂടി പിന്നീടുള്ള ജീവിതം ഇൻഷാ അല്ലാഹ് നിനക്ക് ധന്യമാക്കാം. ഞങ്ങളെ ഇടയിലുള്ള പിണക്ക പ്രയാസം അല്ലാഹ് നീ മാറ്റി, അല്ലാഹുവേ നീ റാഹത്ത് നൽകണേ അല്ലാഹ്, അല്ലാഹുവേ നീ ഇണക്കം നൽകണേ അല്ലാഹ്, നീ ഇണക്കം നൽകണേ അല്ലാഹ്, നീ കൂട്ടി യോജിപ്പിക്കണേ അല്ലാഹ്, നീ കൂട്ടി യോജിപ്പിക്കണേ അല്ലാഹ്. അർറഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ ഇത്തരം പ്രയാസം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട്. അല്ലാഹ് അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അർറഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ ഈ സയ്യിദി മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവരെ ഇടങ്ങേറുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, അവരെ മുസീബത്തുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്, ഇതിന്റെ ഖാദിമീങ്ങളുണ്ട് അല്ലാഹ്, ഇതിന്റെ മുഹിബ്ബീങ്ങളുണ്ട് അല്ലാഹ്, ഇതിന്റെ പ്രചാരകരുണ്ട് അല്ലാഹ്, ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹ് നീ അവരെ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും അവർക്ക് നീ നൽകണേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് നീ വിജയം നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിനെ ഹൃദയത്തോട്
ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഒരു മജ്ലിസ് പോലും മുടങ്ങാതെ കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹ് തക്കതായ പ്രതിഫലം നീ കൊടുക്കണം അല്ലാഹ്. തക്കതായ പ്രതിഫലം നീ കൊടുക്കണം അല്ലാഹ്. തക്കതായ പ്രതിഫലം നീ കൊടുക്കണം അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്ത ഭാര്യമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അവരെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. നല്ല പൊന്നു മക്കളാക്കണേ അല്ലാഹ്. ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. ഇത് ഇന്ന് നാടുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസകരമായുള്ള വാർത്തകളാണ് അല്ലാഹ്. അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ ചേർക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കൊയക്കല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നൽകല്ലേ അല്ലാഹ്. നീ വിജയം നീ നൽകണേ അല്ലാഹ്. നീ വിജയം നൽകണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹ്. ഇതിൻ്റെ ഹാദിമീങ്ങളുണ്ട് അല്ലാഹ്. ഇതിൻ്റെ സേവകരുണ്ട് അല്ലാഹ്. ഇതിൻ്റെ വാഹകരുണ്ട് അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ നൽകണേ അല്ലാഹ്. ഖൈറിൻ്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. ശർറിൻ്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാഹ്. നീ കൊട്ടിയടക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ സ്നേഹിക്കുന്നത് ഇൽമിൻ്റെ മജ്ലിസാണ് അല്ലാഹ്. ഇൽമു പറയുന്ന വേദിയാണ് അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. നീ ഉയർത്തണേ അല്ലാഹ്. നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. രോഗശമനം നീ നൽകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സ്റ്റോക്കും ബ്ലോക്കും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഷുഗർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഇത്തരം നിത്യാസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ രോഗങ്ങൾ നിനക്കറിയാമല്ല തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാഹ്. നീയാണ് ശാഫി തമ്പുരാനെ. നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരം മൊത്തം നീ കൊയക്കല്ലേ അല്ലാഹ്. ഒരു ഭാഗം കുഴങ്ങി മൂത്രത്തിന് പൈപ്പിട്ട് ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അവസ്ഥ, രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാഹ്. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാഹ്. ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്. ഇടങ്ങേറുകൾ നൽകല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു മസ്കൻ, ഒരു ഭവനം ഞങ്ങൾക്കില്ല തങ്ങളെ. അതിനുള്ള സമ്പത്തില്ല. ഭൂമിയിൽ കോട്ടേഴ്സിലാണ് വാടക കൊടുത്ത് കുടുങ്ങി
മടുത്തു തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട്. അല്ലാ, ഖൈറായ ഒരു ഭവനം നീ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് കല്ലിട്ട് കട്ടില വെച്ച് എന്റെ കീശയും മേശയും കലിയാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ, അല്ലാഹു എത്രയും പെട്ടെന്ന് നീ പൂവണീച്ചു കൊടുക്കണേ അല്ലാ. നിന്റെ ഖജനാ വിശാലമാണല്ലോ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ, അതിൽ നിന്ന് നീ കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാല നൽകണേ അല്ലാ, സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട്. അല്ലാ, കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ, കടം തന്ന് ഞങ്ങളെ മൗത്താക്കല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ആ വെറുപ്പ് കൊണ്ട് ഞങ്ങൾക്കൊരു കോട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രയാസം നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നീ മാനക്കേടുകൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്നേഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. കീറി മുറിക്കേണ്ട അവസ്ഥ, വെട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ മക്കളുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, സഹകരിക്കുന്നവരുണ്ട് അല്ലാ. നീ അവരെ ഉയർത്തണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അവരെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലോ അല്ലാ. തനാസുൽ റെഡിയായിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല അല്ലാ. കഫീലിന്റെ പ്രയാസങ്ങൾ പറയുന്നവർ അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിക്കണേ അല്ലാ, നീ പരിഹരിക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ എൻ്റെ പ്രവാസികൾക്ക് നീ കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്ക് മാത്രം അവസ്ഥകൾ നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ തമ്പുരാനെ. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര് ഞങ്ങൾ അതിലൊറ്റ സ്നേഹിക്കുന്നവരാണ് അല്ലാ. നീ അവരെ കാത്തോളണേ അല്ലാ, നീ അവർക്ക് കാവല് കൊടുക്കണേ അല്ലാ. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്ന സങ്കടങ്ങള്, നീറുന്ന പ്രയാസങ്ങള്, വേവലാതികള്, പൈശാചികമായ ഉപദ്രവങ്ങൾ പറയുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവർക്ക് റാഹത്തേകണേ അല്ലാ, അവർക്ക് ബർക്കത്തേകണേ അല്ലാ. അവരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി അവർക്ക് റാഹത്തിലാക്കണേ അല്ലാ. അവരെ മനസ്സമാധാനം അവർക്ക് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങൾക്ക് കാവല് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. ഈ സയ്യിദി മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര് ഇന്ന് 6 അടി മണ്ണിലാണ് അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണം അല്ലാ, അവരെ കബറിടം നിറാഹത്തിലാക്കണം അല്ലാ. അവരെല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്‌ലിസ് കാണുന്നവർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമെന്നാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണം
നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാ, 10 മാസം നൊന്തു പ്രസവിച്ച് മാറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി തീർന്നതുപോലെ ഒരുകി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്കും ഉമ്മാക്കും നീ പൊറുക്കണം അല്ലാ. അവർ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അവർ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലോ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണാം. നമ്മുടെ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ എൻ്റെ നേതൃത്വത്തിൽ 2 ഹറമകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ നടത്തുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച് മനസ്സിൽ അതിരറ്റു പുതിയായി നടക്കുന്നവരാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ധാരാളം ആളുകൾ അറിയിക്കുന്നുണ്ട്, വിളിച്ചറിയിക്കുന്നവർ, മെസ്സേജുകൾ അയച്ചറിയിക്കുന്നവർ. ആഗ്രഹിക്കുന്ന ആളുകൾ ആ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെല്ലാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാൻ. Oh